അപ്പോൾ ടെൻസ് എന്ന ചാപ്റ്ററിൽ സിമ്പിൾ പ്രസൻറ്റ് ടെൻസും അതിൻ്റെ യൂസും പറഞ്ഞു, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസും അതിൻ്റെ യൂസും പറഞ്ഞു. ഇനി നമ്പർ 3, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. പെർഫെക്റ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ കംപ്ലീറ്റ് എന്നാണ്. മലയാളം പൂർണ്ണമാക്കുക, പെർഫെക്റ്റ് അല്ലേ? സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണിത്. ഇങ്ങനെ കക്ഷി എങ്ങനെ, ഹീസ് എ മാൻ ഓഫ് പെർഫെക്ഷൻ. പെർഫെക്ഷൻ ഉള്ള ഒരാളാണ് അയാൾ എന്ന് പറഞ്ഞാൽ കംപ്ലീഷൻ എന്നാണ് അതിൻ്റെ അർത്ഥം, പൂർണ്ണത, എല്ലാം കൊണ്ട് സമ്പൂർണ്ണനാണ്, പൂർണ്ണനാണ് കക്ഷി. പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ കംപ്ലീറ്റ് എന്നാണ്. അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന പേരിൽ നിന്ന് തന്നെ, ഈ വേർഡിൻ്റെ മീനിങ്ങിൽ നിന്ന് തന്നെ അതിൻ്റെ അർത്ഥം വ്യക്തമായി. വർത്തമാനകാലമാകുന്ന ഇന്നോ ഇപ്പോഴോ നാം ഒരു പ്രവൃത്തി ഇവിടെ തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞാൽ അത്തരം വാചകമാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ എക്സ്പ്രസ് ചെയ്യേണ്ടത്. അതായത് ഇന്നോ ഇപ്പോഴോ നമ്മളൊരു പ്രവൃത്തി ഇവിടെ തന്നെ ചെയ്തു തീർത്തിട്ടുണ്ടാവും, ചെയ്തു തീർത്തു, അതാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ പറയേണ്ടത്. മനസ്സിലായില്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് ഇപ്പോൾ ഒരു കുട്ടി എഴുന്നേറ്റ് അങ്ങ് പോയി, ആവശ്യത്തിന് പുറത്തേക്ക് പോയി. കുറച്ച് കഴിഞ്ഞ് ഞാൻ വന്ന് ചോദിക്കുന്നു, വേർ ഈസ് ഹീ അല്ല വേർ ഈസ് ഷീ, എവിടെ അവൻ അല്ലെങ്കിൽ എവിടെ അവൾ? അപ്പോൾ നിങ്ങൾ പറയേണ്ട മലയാള ഉത്തരം ഇതാണ്, അവൻ പുറത്ത് പോയി. എപ്പോഴാ? ഇപ്പോഴിതാ ഞാൻ ക്ലാസ് എടുത്ത് ഞാൻ അപ്പുറത്തേടെ പോയി വരുമ്പോഴേക്കാണ് പോയത്. അപ്പോൾ ഇപ്പോഴാണ് പുറത്ത് പോയത്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഏത് കാലം? പ്രസൻറ്റ് ടെൻസ്. അതിലവനൊരു പ്രവൃത്തി ചെയ്തു തീർത്തു. ഏത്? പോവുക എന്നുള്ള പ്രവൃത്തി ചെയ്തു തീർത്തു, ചെയ്തു കഴിഞ്ഞില്ലേ അവനത്. അപ്പോൾ ആ വാചകം ഇപ്പം എനിക്ക് ഇംഗ്ലീഷിൽ പറയണം, വേർ ഈസ് ഹീ. അപ്പം നിങ്ങൾ എന്നോട് പറയേണ്ട ആൻസർ, അവൻ ഇപ്പോഴും പുറത്തു പോയി. അതായത് ഇപ്പോഴവനൊരു പ്രവൃത്തി ചെയ്തു തീർത്തു. ഒരു സംശയമില്ല, ആ സെൻറ്റൻസ് എന്നോട് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യേണ്ടത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലാണ്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ ഒരു ഇംഗ്ലീഷ് വാചകം നമ്മൾ എവിടെയെങ്കിലും പറയുമ്പം അതിനൊരു ചിട്ട, അതിനൊരു പാറ്റേൺ, അതിനൊരു അറേഞ്ച്മെൻറ്റ് ഇംഗ്ലീഷ് ഗ്രാമർ എഴുതിയ ആൾ എഴുതി വെച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കുക. വാചകത്തിലെ സബ്ജക്റ്റ് കഴിഞ്ഞ ഉടനെ, ആരാണോ സെൻറ്റൻസിലെ സബ്ജക്റ്റ്, അത് കഴിഞ്ഞ ഉടനെ നിങ്ങൾ എഴുതുന്ന മെയിൻ വർബ്, പ്രധാന വർബ് V3 ഫോമിലായിരിക്കണം. വർബിൻ്റെ 3-ാം രൂപം എഴുതണം. V3 വർബിൻ്റെ 3, വർബിൻ്റെ 3rd ഫോം. അതിന് യഥാർത്ഥത്തിൽ പറയേണ്ടത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ വർബ് എന്നാണ്. ING വർബിനെ നേരത്തെ നമ്മൾ വിളിച്ചത് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ വർബ് എന്നാണ്, മാറിപ്പോലെ. ഇത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ വർബാണ്. വർബിന്, ക്രിയക്ക്, വർബ് എന്ന് പറഞ്ഞാൽ ക്രിയ, അതിന് അങ്ങനെ ഒരു രൂപമുണ്ട് ഇംഗ്ലീഷിൽ നിന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലേ പറഞ്ഞതാണ്. ഇപ്പം റൈറ്റ്, സീ, ഗോ, ഇതൊക്കെ വർബിൻ്റെ ആദ്യ രൂപമാണ്. പ്രസൻറ്റ് വർബ് എന്നതിന് പറയില്ല, വർത്തമാനകാല ക്രിയ എന്നതിന് പറയില്ല, ബേസ് വർബ് എന്നുള്ള പേരിലുണ്ട്. ഇനി ഇതിൻ്റെ 2-ാം രൂപമാണ് V2 ഫോമാണ് റോട്ട്, സോ, വെൻറ്റ് എന്നൊക്കെ. റൈറ്റിൻ്റെ റോട്ട്, സീൻ്റെ സോ, ഗോൻ്റെ വെൻറ്റ്. ഇതിനെ ഭൂതകാല രൂപം, ഇത് വർത്തമാനകാല രൂപം, ഇത് ഭൂതകാല രൂപം. വെർബിൻ്റെ 2nd ഫോം ഞങ്ങൾ ഇംഗ്ലീഷിൽ പാസ്റ്റ് ഫോം എന്ന് പറയും. ഇത് പ്രസൻറ്റ് ഫോം, ഇത് പാസ്റ്റ് ഫോം. ഇനി പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞിട്ടൊരു രൂപമുണ്ട്. റൈറ്റിൻ്റെ റിട്ടൺ, സീൻ്റെ സീൻ, വെൻറ്റിൻ്റെ ഗോൺ. ഈ രൂപത്തെയാണ് V3 ഫോം എന്ന് പറയുന്നത് വർബിൻ്റെ. അതിനാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ വർബ് എന്നും പറയല്. എല്ലാ വേർബിനും അങ്ങനെ ഒരു രൂപമുണ്ട്. V1 ഉള്ള പോലെ V2-ഉം V3 ഫോമും ഉണ്ട്. ഇതൊക്കെ പണ്ട് സ്കൂളിൽ നിന്ന് നമ്മൾ കോളൊക്കെ വരച്ചിട്ട് പഠിച്ചതാണ്. വർബിൻ്റെ 3 രൂപം. ഇനി പഠിക്കാത്തവരിപ്പം ശ്രദ്ധിക്കുക. ഏത് വർബിനും 3 രൂപമുണ്ട്. ആദ്യത്തെ രൂപം വർബിൻ്റെ V1, പ്രസൻറ്റ് ഫോം എന്നതിന് പറയില്ല, വർത്തമാനകാല രൂപം. 2 V2, അതിനെ പാസ്റ്റ് ഫോം എന്ന് പറയും. 3 V3, അതിനെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം എന്ന് പറയും. അതിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞ ഈ 3-ാം രൂപമാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലെ പ്രധാന വർബ്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലെ എന്നല്ല, പെർഫെക്റ്റ് ടെൻസിൻ്റെ ക്രിയാരൂപം. അത് കണ്ടിന്യൂസ് ടെൻസിൻ്റെ പ്രധാന ക്രിയാരൂപം ING വർബാണ്, പ്രസൻറ്റ് പാർട്ടിസിപ്പിളാണ്. അതുപോലെ പെർഫെക്റ്റ് ടെൻസിൻ്റെ പ്രധാന വർബ്, മെയിൻ വർബ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ വർബാണ്, V3 ഫോമാണ്. ഇനി എൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിനോന്നറിയില്ല, ഇല്ലെങ്കിൽ ശ്രദ്ധിക്കുക. പാസ്റ്റ് പാർട്ടിസിപ്പിൾ വർബിന് പൂർണ്ണതയില്ല ഒരിക്കലും. നമ്മൾ ING വർബ് പോലെ തന്നെ പൂർണ്ണതയില്ല.
ഇതിന് പൂർണ്ണത വരണമെങ്കിൽ അതിൻ്റെ മുന്നിൽ ഓക്സിലറി വെർബ് നിർബന്ധമാണ്. അതാണ് ഹാസും ഹാവും ഹാഡും. ഹാവ് ഗ്രൂപ്പിലെ ഹാസും ഹാവും ഹാഡും. അതിൽ ഹാസും ഹാവിനാണ് വർത്തമാനകാല സ്വഭാവം, പ്രസൻറ്റ് സ്വഭാവമുള്ളത്. അത് രണ്ടുമാണ്. ഇതിൻ്റെ രണ്ടിന് മലയാളം ഉണ്ട്. ഹാഡിൻ്റെ ഉണ്ടായിരുന്നു എന്നാണ്, ഇത് ഉണ്ട് എന്നാണ് അർത്ഥം, വർത്തമാനകാലാർത്ഥമാണ്. അപ്പം ഇത് രണ്ടിലും ഏതെങ്കിലും ഒന്ന് എന്നല്ല. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഹാസ്, സബ്ജക്റ്റ് പ്ലൂരൽ ആണെങ്കിൽ ഹാവ്. ഇത് V3 വെർബിൻ്റെ മുമ്പിൽ ഇങ്ങനെ എഴുതി കൊടുത്താൽ ആ സെൻറ്റൻസ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലായി. ക്ലിയർ ആയില്ലേ? വാചകത്തിലെ സബ്ജക്റ്റ് ആരാണോ, ഇപ്പം ഹീ ആണെങ്കിൽ അതിൻ്റെ കൂടെ ഹാസ്. ഇനി പോയി എന്നാ പറയേണ്ടത് ഗോൺ. ഇപ്പം ഹി ഹാസ് ഗോൺ ടു സ്കൂൾ. അവന് സ്കൂളിലേക്ക് പോയി. അർത്ഥം കണ്ടോ? പോയതപ്പം ഇന്നലെയോ മിനിയാന്നോ അല്ല, ഇപ്പോഴും പോയി. ഇന്നും ഇപ്പോഴും ചെയ്ത കാര്യം അത്. അപ്പോൾ ആ കുട്ടി ഇവിടെ വേർ ഈസ് ഹീ? ആൻസർ പറ. ദ ബോയ് ഹാസ് ഗോൺ ഔട്ട് സൈഡ്. ദ ബോയ് കഴിഞ്ഞിട്ട് ഹാസ്, പിന്നെ ഗോൺ ഔട്ട് സൈഡ്. വെൻ്റ് പറഞ്ഞുകൂടാ, ഗോൺ V3. അപ്പോൾ നിനക്ക് എന്തർത്ഥം മനസ്സിലായി? കുട്ടി ഇപ്പോഴും പുറത്തേക്ക് പോയി. ഇന്നലെ മിനിയാന്നും പോയതല്ല, ഇപ്പോഴും പോയി. ഇതുപോലെ കുറേ സെൻറ്റൻസ് പറഞ്ഞു നോക്കിയേ. ഞാൻ അവനെ കുറച്ചു മുമ്പേ ബസ് സ്റ്റോപ്പിൽ കണ്ടു. കുറച്ചു മുമ്പേ കുറച്ചു മുമ്പേ എന്ന് പറഞ്ഞാൽ തന്നെ വർത്തമാനകാലമാണ്, ഭൂതകാലമല്ല. ഭൂതകാലം ഇന്നലെ മിനിയാന്നും അല്ലേ, ഇതിപ്പം കുറച്ചു മുമ്പേ ആണ്. അപ്പോൾ പറയേണ്ട ക്രിയ വർത്തമാനകാലത്തിലെ ചെയ്തു തീർത്ത ക്രിയ. കണ്ടു കഴിഞ്ഞില്ലേ? അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലേ പറഞ്ഞോളൂ. ഞാൻ നിലയിനായി, പിന്നെ അതിൻ്റെ കൂടെ ഹാവ്, അതിൻ്റെ കൂടെ ഹാവ് അല്ലേ. പിന്നെ കണ്ടു, സി ആണ് കാണൽ, അതിൻ്റെ V2 സോ ആണ്, എനിക്ക് വേണ്ട V3 ആണ്. അപ്പോൾ സീൻ. അപ്പോൾ ഐ ഹാവ് സീൻ ഹിം. ഐ ഹാവ് സീൻ ഹിം ജസ്റ്റ് ബിഫോർ, അല്ലെങ്കിൽ ജസ്റ്റ് നൗ, കുറച്ചു മുമ്പേ, അല്ല ഓൾറെഡി. ഞാൻ അവനെ കുറച്ചു മുമ്പേ കണ്ടു. ഐ ഹാവ് സീൻ ഹിം ഓൾറെഡി, അല്ലെങ്കിൽ ഐ ഹാവ് ഓൾറെഡി സീൻ ഹിം. മനസ്സിലായില്ലേ? അതായത് ഇന്നോ ഇപ്പോഴോ നാം ഒരു ആക്ഷൻ ചെയ്തു തീർത്താൽ സച്ച് എ സെൻറ്റൻസ് ഈസ് ടു ബി എക്സ്പ്രസ്ഡ് ഇൻ സിമ്പിൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. അപ്പം ഇതാണ് അതിൻ്റെ ഫോം. സബ്ജക്റ്റിൻ്റെ കൂടെ ഹാസോ ഹാവോ എഴുതിയിട്ട് വെർബിൻ്റെ തേർഡ് ഫോം V3 ഫോം. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഇതേപോലത്തെ വാചകം. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ യൂസാണ് പഠിപ്പിക്കുന്നത്. യൂസ് എന്ന് പറഞ്ഞാൽ ഉപയോഗം. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ ടൈമിംഗ് വേർഡ്സ് പഠിക്കണം. അത് കുറച്ചെണ്ണം ഉണ്ട്. ചില ക്ലാസ്സിൽ ഞാൻ എടുത്തിട്ടുണ്ട്. അവരൊക്കെ അത് പഴയ നോട്ട്സ് ഉണ്ടെങ്കിൽ അത് മുമ്പിൽ തുറന്ന് വെച്ച് നോക്കണം. ഏതെങ്കിലും അധ്യായം എടുക്കുമ്പോഴും നോട്ട് മുമ്പിൽ വേണം. ഇല്ലെങ്കിൽ കുറിച്ചെടുക്കുക. ജസ്റ്റ്, ഇപ്പോഴ്. അത് കുറച്ചും കൂടി സ്ട്രെസ് ചെയ്താൽ ജസ്റ്റ് നൗ. അതിനർത്ഥം ഇപ്പോഴ്. ജസ്റ്റ് ഇപ്പോഴ്, ജസ്റ്റ് നൗവും ഇപ്പോഴ്. അതുപോലെ ടിൽ, അർത്ഥം അതുവരെ. അത് തന്നെയാണ് അണ്ടിൽ. അണ്ടിൽ എന്ന് പറഞ്ഞാലും അതുവരെ എന്നാണ്. ടില്ലും അണ്ടിലും ഒന്ന് തന്നെയാണ്. ഇനി അതുവരെയും എന്ന് പറഞ്ഞാൽ അതിനെ കുറച്ചും കൂടി സ്ട്രെസ് ചെയ്ത് പറയാൻ, എംഫസൈസ്ഡ് ആക്കിയിട്ട് പറയണമെങ്കിൽ ടിൽ നൗ എന്ന് പറയും. അതുവരെയും. അപ്പോൾ ഏതൊക്കെ? ജസ്റ്റ്, ജസ്റ്റ് നൗ, ടിൽ, അൻറ്റിൽ, ടിൽ നൗ. ബൈ ഹാർട്ടാക്കുക. ചെറിയ കുട്ടികളൊക്കെ ചെയ്യുന്ന പോലെ BSc കുഞ്ഞുങ്ങളുള്ളത് ചെയ്യണം. കേരളം മുഴുവൻ ചെയ്യുന്നതാണ്. ജസ്റ്റ്, ജസ്റ്റ് നൗ, ടിൽ, ടിൽ നൗ, അൻറ്റിൽ. അടുത്തത് ഓൾറെഡി. ഓൾറെഡി എന്ന് എഴുതുമ്പോൾ ഞാൻ അതിൻ്റെ സ്പെല്ലിങ് ശ്രദ്ധിച്ചോ നോക്കി. AL എന്ന് എഴുതിയിട്ടുള്ളൂ, ALL ഇല്ല. ALREADY. ALL എന്നില്ല. അത് കഴിഞ്ഞ BSc ഉണ്ടായിട്ടില്ലേ? അതൊരു നിയമമാണ്. ഓളിന് ALL വേണം. പക്ഷെ ഓളിൻ്റെ കൂടെ ഏതെങ്കിലും ഒരു വേർഡ് ചേർക്കുകയാണെങ്കിൽ അത് ഒന്നിച്ചു പറയുമ്പോൾ ഒരല്ലേ പിന്നെ വീണ്ടും. ഇപ്പോൾ ഓൾ പ്ലസ് റെഡി അല്ലെങ്കിൽ ഓൾറെഡി എന്ന് എഴുതുമ്പം ഓളിൽ ALL ഉണ്ട്, ഓൾറെഡി എന്ന് എഴുതുമ്പോൾ AL എന്നേ ഇല്ലു. അതുപോലെ ഓൾവേസ് ALWAYS. ഓൾ ടുഗദർ ALL ഇല്ലു. ഓൾ റൈറ്റ് ALRIGHT. ഓളിൽ ALL ഉണ്ട്. അതുകൊണ്ട് തുടങ്ങുന്ന ഏത് വേർഡും ഇങ്ങനെ വരുമ്പം ഒരല്ലേ അതിൽ പറ്റൂലൂ. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചു ഇതിലേതോ ഒന്നാണ്, ഓൾ ടുഗദറോ ഓൾ റൈറ്റോ ആണ്. അതിൻ്റെ കറക്റ്റ് സ്പെല്ലിങ് ഏത്? ALL അല്ല, AL ആണ്. അപ്പോൾ ശ്രദ്ധിക്കുക. ജസ്റ്റ്, ജസ്റ്റ് നൗ, ടിൽ, അൺടിൽ, ടിൽ നൗ, ഓൾറെഡി. ഓൾറെഡി പറഞ്ഞാൽ കുറച്ച് മുമ്പേ, അതായത് അതുവരെയും എന്നുള്ള അർത്ഥം. ഇതെല്ലാം ഒന്ന് തന്നെ, സെയിം മീനിങ്.
പിന്നെ ജസ്റ്റ്, ജസ്റ്റ് നൗ, ടിൽ, ടിൽ നൗ, അൺടിൽ, ഓൾറെഡി, സോ ഫാർ. സെയിം മീനിങ് ഓൾറെഡീൻ്റെ, അത് കുറച്ച് മുമ്പേ എന്നാണ്. പിന്നെ റീസെൻ്റ്ലി, RECENTLY, റീസെൻ്റ്ലി, കുറച്ച് മുമ്പേ. അതിൽ ഇനിയൊരു വാക്ക് കണ്ടോ, ലേറ്റ്ലി. ഇത് ചിലപ്പോൾ തെറ്റിദ്ധരിക്കും. ലേറ്റ്ലി എന്നുള്ള വേർഡ് കാണുമ്പോൾ പലരും പറയില്ല അതിൻ്റെ അർത്ഥം വൈകുക എന്നാണ്. അല്ല കേട്ടോ, ലേറ്റാണ് വൈകുക. ലേറ്റ്ലി എന്നുള്ള വേർഡ് ലേറ്റുമായിട്ട് ഒരു ബന്ധവുമില്ല. അങ്ങനത്തെ കുറേ വാക്കുകളുണ്ട് ഇംഗ്ലീഷിൽ. ഹാർഡ്, കഠിനം. എന്നാൽ ഹാർഡ്ലിയോ ഇതുമായിട്ട് എന്തോ ബന്ധുവാന്ന് വിചാരിക്കും. കാരണം ഇതിലത്തെ നാലക്ഷരിയിലുണ്ടല്ലോ. ഹാർഡ് കഠിനം എന്നാണ്. ഹാർഡിലി എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് മീനിങ് ആണ്, ഇല്ല അല്ല എന്നർത്ഥം. ഇതിന് തന്നെ ഇമ്മീഡിയറ്റ്ലി എന്നുള്ള അർത്ഥമുണ്ട് ചില കേസിൽ. അതൊക്കെ കോൺകോഡിൽ എനിക്ക് ബാക്കിയുള്ള കുറേ നിയമം പഠിപ്പിക്കാൻ വന്നില്ല, അതിലില്ലത് അത്. അപ്പോൾ ഹാർഡ് കഠിനം, ഹാർഡിലി എന്നുള്ള വാക്കിന് പെട്ടെന്ന് എന്നുള്ള അർത്ഥമുണ്ട്, ഇല്ല അല്ല എന്നുള്ള അർത്ഥമുണ്ട്, നെഗറ്റീവ് മീനിങ്ങും ഉണ്ട്, ഇമ്മീഡിയറ്റ്ലി എന്നുള്ള അർത്ഥമുണ്ട്. ഹാർഡുമായിട്ട് ഒരു ബന്ധവുമില്ല ഇനി. അതുപോലെ വേറൊരു വാക്ക് പ്രസൻറ്റ്. പ്രസൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും. എന്നാൽ പ്രസൻറ്റിലി എന്ന് പറഞ്ഞാൽ ഇപ്പോഴും എന്നല്ല. അതിൻ്റെ അർത്ഥം എന്താ അറിയോ, പെട്ടെന്ന് എന്നാണ്, ഇമ്മീഡിയറ്റ്ലി. പ്രസൻറ്റിലി ഹി വാനിഷ്ഡ്, പെട്ടെന്ന് അവൻ അപ്രത്യക്ഷമായി. ഇമ്മീഡിയറ്റ്ലി ഹി വാനിഷ്ഡ് എന്നാണ്. എന്നിട്ട് പ്രസൻറ്റിലി എന്ന് പറയുമ്പോൾ അധികം അർത്ഥമെടുക്കൽ ഇപ്പോഴും എന്നാണ്. അത് പ്രസൻ്റാണ്, അറ്റ് പ്രസൻറ്റ് എന്നൊക്കെയാണ്. അല്ലാണ്ട് പ്രസൻറ്റിലി എന്ന് പറയുമ്പോൾ അർത്ഥമെടുക്കല്ല. ഇതുപോലെ ലേറ്റ്, വൈകുക. ലേറ്റ്ലിയോ കുറച്ച് മുമ്പേ എന്നാണ്. റീസെൻ്റ്ലീൻ്റെ സെയിം മീനിങ് ആണ് ലേറ്റ്ലിക്ക്. കഴിഞ്ഞ PSCക്കൊക്കെ ഇരുന്ന ചോദ്യം. അപ്പോൾ വേർഡ് നല്ലോണം ശ്രദ്ധിച്ചോ. ലേറ്റ്ലി പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ സമയവാക്കുകളാണ്. അപ്പോൾ ഏതൊക്കെയായി? ജസ്റ്റ്, ജസ്റ്റ് നൗ, ടിൽ, അൺടിൽ, ടിൽ നൗ, ഓൾറെഡി, സോ ഫാർ, റീസെൻ്റ്ലി, ലേറ്റ്ലി. അടുത്തത് യെറ്റ്. എന്നിട്ടും എന്നുള്ള അർത്ഥമുള്ള യെറ്റ്, YET. അടുത്തത് എന്നും എന്നുള്ള അർത്ഥമുള്ള എവർ, ഒരിക്കലുമില്ല എന്നുള്ള അർത്ഥമുള്ള നെവർ. എവറിൻ്റെ അന്റോണിം, വിപരീത പദവും കൂടിയാണ് നെവർ. എവറെല്ലാം ഇപ്പോഴും, നെവർ ഒരിക്കലുമില്ല. അതുപോലെ അടുത്ത വാക്ക് ദിസ് എന്ന വാക്കിൻ്റെ കൂടെ ഏതെങ്കിലും ഒരു സമയം, ടൈം. ദിസ് പ്ലസ് ടൈം. ദിസ് എന്ന് എഴുതിയിട്ട് ഒരു പ്ലസ് ടുവിനോട്ട് ഞാൻ ടൈം എന്ന് എഴുതിയത്. ദിസ് പ്ലസ് ടൈം എന്ന് പറഞ്ഞാൽ ചിന്തി അത്ഭുതപ്പെടല്ലേ. ദിസ് ഇയർ കണ്ടോ, ദിസിൻ്റെ കൂടെ ഇയർ. ദിസ് മന്ത്, ദിസ് ഡേ, ദിസ് വീക്ക്, ദിസ് ഈവനിങ് എന്നെല്ലാം പറയില്ലേ. ദിസ് ഡേ, ദിസ് വീക്ക്, ദിസ് ഈവനിങ്, ദിസ് ഇയർ, ദിസ് മന്ത്. അപ്പം ഈ എഴുതി കൂട്ടിയ എല്ലാ ടൈമിങ് വേർഡ്സും ഏതിൻ്റെതാ? പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെയാണ്. എന്ന് പറഞ്ഞാൽ ഈ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഇംഗ്ലീഷ് വാചകം ഏതെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ പറയുന്നതാണ് ഭംഗി. ഇത്രയാണ് PSC കോച്ചിങ്, PSC പരീക്ഷയ്ക്ക് പോകുന്നൊരു കുട്ടി ശ്രദ്ധിക്കേണ്ടത്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ രൂപരേഖ, സബ്ജക്റ്റിൻ്റെ കൂടെ ഹാസോ ഹാവോ എഴുതിയിട്ട് V3 വെർബ് എഴുതണം. അതിൻ്റെ ടൈമിംഗ് വേർഡ്സ് ഈ പറയുന്നതൊക്കെയാണ്. ഇത് ബൈ ഹാർട്ട് പഠിക്കണം. ഇനി ഇതിൽ നിന്ന് വന്ന 1-2 ക്വസ്റ്റ്യൻസ് ഞാൻ എക്സാമ്പിളായിട്ട് കാണിച്ചു തരാം. അതിലൊന്ന് ഇതാ, ദ ഗേൾ ഡാഷ് ഹെർ ഫ്രണ്ട് ലേറ്റ്ലി. വിട്ടഭാവമുള്ള ചോദ്യമാണ്. ഇപ്പം ഞാൻ 100 വട്ടം പറഞ്ഞു. അതിൻ്റെ മുന്നിലോ പിന്നിലോ ഇംഗ്ലീഷ് ഗ്രാമർ പറയുന്ന എന്തെങ്കിലും സൂചന അതിലുണ്ടാവും. ഇപ്പോൾ ഗ്രാമർ പഠിച്ചൊരു കുഞ്ഞിക്ക് ആ സൂചനയെക്കുറിച്ചും ധാരണയുള്ള കുഞ്ഞിക്ക് മാത്രമേ എക്സാമിന് പോയാൽ ഇതിൽ നിന്നൊക്കെ മാർക്ക് മേടിക്കാൻ പറ്റുള്ളൂ. ദ ഗേൾ ഇതിലൊരു ക്ലൂ ആണെന്ന് ചോദിച്ചാൽ അതേ കക്ഷി സബ്ജക്റ്റാണ് അതിലത്തെ. പക്ഷെ അതിനേക്കാൾ വലിയൊരു ക്ലൂ ഇതിലുണ്ട്. ഏതാ? ലേറ്റ്ലി. ദ ഗേളിന് തീരുമാനിക്കാനൊന്നും പറ്റൂല. തരുന്ന 4 ഓപ്ഷനിൽ ഏതാണെന്നുള്ള വേണം കണ്ടോ. ഓപ്ഷനിലൊന്ന് മെറ്റ്, അടുത്തത് മീറ്റ്, ഇനി C ഹാസ് മെറ്റ്, D ഈസ് മീറ്റിംഗ്. ഇതൊന്നും ഇങ്ങനെ കാണല്ല. ടെൻസ് അറിയുന്നൊരു കുട്ടി പറയും മെറ്റ് എന്ന് പറഞ്ഞാൽ പാസ് വെർബ് V2. ഇതാണ് നിങ്ങൾ ഇടുന്നെങ്കിൽ ആ വാചകം സിമ്പിൾ പാസ്റ്റിലായി. എന്നാൽ മീറ്റ്സ് നാറ്റോ മീറ്റ് നാറ്റോ ഇടുന്നെങ്കിൽ സിമ്പിൾ പ്രസൻറ്റിലായി. ഈസേമാറിൻ്റെ കൂടെ ING വെർബ് എഴുതിയാൽ അത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആയി. ഹാസും ഹാവിൻ്റെ കൂടെ V3 വെർബ് എഴുതിയാൽ പ്രസൻറ്റ് പെർഫെക്റ്റായി. അപ്പോൾ ചോദ്യകർത്താവ് പച്ചയായി ചോദിക്കുകയും നീ സിമ്പിൾ പാസ്റ്റ് എഴുതൽ, സിമ്പിൾ പ്രസൻറ്റ് എഴുതൽ, പ്രസൻറ്റ് പെർഫെക്റ്റ് എഴുതൽ, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എഴുതൽ. കണ്ടു? പച്ചയായ ചോദ്യം. അപ്പം ക്വസ്റ്റ്യൻ നോക്കുക.
ദ ഗേൾ ഇതിനെല്ലാം സ്വീകരിക്കും. ദ ഗേൾ മെറ്റ് എന്ന് പറയാം, ദ ഗേൾ മീറ്റ്സ് എന്ന് പറയാം, ഹാസ് മെറ്റ് എന്ന് പറയാം, ഈസ് മീറ്റിംഗ് എന്ന് പറയാം, അതിലൊന്നും തെറ്റില്ല. അപ്പോൾ ദ ഗേൾ എടുത്ത സബ്ജക്റ്റ് ആണെങ്കിലും അതൊരു ക്ലൂ അല്ല. അതിനേക്കാൾ വലിയ ക്ലൂ ആണ് അതിൻ്റെ എൻഡിൽ ലേറ്റ്ലി. ഇതാ പെട്ടെന്ന് വൈകൽ എന്നൊക്കെയുള്ള അർത്ഥം എടുക്കും. അങ്ങനെയുള്ള കുഞ്ഞൊന്നും പരീക്ഷയ്ക്ക് പോയിട്ട് കാര്യമില്ല. ഓർമ്മിക്കണം, ലേറ്റ്ലി എന്ന് പറഞ്ഞാൽ കുറച്ച് മുമ്പേ എന്നാണ്. റീസെൻ്റ്ലിൻ്റെ സെയിം മീനിങ് ആണ്. അപ്പോൾ അത്തരം സമയവാക്ക് വരുമ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റേ പറ്റുള്ളൂ. അപ്പോൾ ദ ഗേൾ എന്ന സബ്ജക്റ്റിന് ശേഷം ഹാസോ ഹാവോ എഴുതിയിട്ട് V3 വെർബുള്ള ഉത്തരം. ദ ഗേളിൻ്റെ കൂടെ ഹാസ് അല്ലേ വരുള്ളൂ. അപ്പോൾ ഹാസ് മെറ്റ്, മീറ്റ് അല്ല, അതിൻ്റെ V3 ആണ് മെറ്റ്, മീറ്റ് മെറ്റ് മെറ്റ്. അപ്പോൾ ഹാസ് മെറ്റ് എന്നുള്ള ആൻസർ കറുപ്പിച്ചവർക്ക് 1 മാർക്കായി. കണ്ടില്ലേ, ക്വസ്റ്റ്യനിൽ പ്രകടമായിട്ട് അങ്ങനെ ക്ലൂ വന്നിട്ടുണ്ട്. മറ്റൊരു ക്വസ്റ്റ്യൻ, ഡാഷ് യു സീൻ ഹിം എവർ, ഒരു ക്വസ്റ്റ്യൻ മാർക്കുണ്ട്, ചോദ്യചിഹ്നം. ഡാഷ് യു സീൻ ഹിം എവർ, ക്ലൂ ഉണ്ട്. എവർ, എവറും നെവറും വരുമ്പോൾ ഏത് ടെൻസാ? പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. അപ്പോൾ സബ്ജക്റ്റിൽ യു ആണ്, അതിനുശേഷം ഹാസോ ഹാവോ എഴുതിയിട്ട് V3 വെർബ്. V3 വെർബ് അവരുടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഹാസും ഹാവിൻ്റെയും കുറവായിടാം. യുവിൻ്റെ കൂടെ ഹാവ് അല്ലേ പറയുള്ളൂ. ഇതെന്നിങ്ങനെ വിട്ടഭാഗം മുമ്പിൽ വന്നത് സബ്ജക്റ്റിന് മുമ്പിൽ. കാരണം ക്വസ്റ്റ്യൻ വാചകങ്ങളിൽ ഓക്സിലറി വെർബ് എപ്പോഴും മുമ്പിലാണ് വരിക. സാധാരണ വാചകത്തിൽ സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് വരും. ക്വസ്റ്റ്യൻ വാചകങ്ങളിൽ ഓക്സിലറി വെർബ് കഴിഞ്ഞിട്ടേ സബ്ജക്റ്റ് വരുള്ളൂ. VSV അല്ലേ അതിൻ്റെ പാറ്റേൺ. അപ്പോൾ ഇവിടെ ഓപ്ഷനിൽ ഡു തരും, ഡിഡ് തരും, ഹാവ് തരും, വില്ല് തരും. കണ്ടോ, ഇതെല്ലാം പെട്ടെന്ന് ഒന്നും പഠിക്കാണ്ട് പോയ കുഞ്ഞിക്ക് ഇങ്ങനെ 4 ഇഷ്ടപ്പെട്ടോളൂ അതേയുള്ളൂ. അപ്പോൾ ഇവിടെ എവർ തന്നതുകൊണ്ട് പ്രസൻറ്റ് പെർഫെക്റ്റേ വരുള്ളൂ. ഹാവ് ആണ്. യു ഹാവ് സീൻ എന്നാ വരില്ല, ഹാവ് യു സീൻ എന്നാ വരുവാ. ക്ലിയർ ആയില്ലേ? ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അവസാനം എക്സസൈസ് ചെയ്യാം. ഇതാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. അപ്പോൾ ഇനി ടെൻസിൻ്റെ അടുത്തത് 4ാമത്തത് പ്രസൻറ്റ് ടെൻസിൻ്റെ ലാസ്റ്റ്. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. കൺഫ്യൂഷൻ ആവല്ലേ? പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഞാൻ നേരത്തെ എടുത്തിനി. ഇത് പ്രസൻറ്റ് കണ്ടിന്യൂസ് അല്ല, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ക്ലാസ്സിൻ്റെ അവതാരികയിൽ ഇൻട്രൊഡക്ഷനിൽ ഞാനിതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. പെർഫെക്റ്റ് കണ്ടിന്യൂസിൻ്റെ അർത്ഥം മുമ്പ് ചെയ്യാൻ തുടങ്ങിയ ഒരു ആക്ഷൻ ഇപ്പോഴും തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയിലുള്ള വാചകങ്ങൾ അവതരിപ്പിക്കാനാണ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന ആക്ഷൻ. എന്നാൽ ഇതിനർത്ഥം തന്നെ പണ്ട് ഒരു പ്രവൃത്തി ചെയ്യാൻ തുടങ്ങിയിട്ട് അതിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ അതാണ് അർത്ഥം കിട്ടുന്നത്. എന്ന് മുമ്പ് ചെയ്യാൻ തുടങ്ങിയ ഒരു കാര്യം ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കില്ല. പ്രസൻറ്റ് പറഞ്ഞാൽ ഇപ്പോഴും. അങ്ങനെയുള്ള ആക്ഷൻ പറയാനാണ് ഈ ടെൻസ് ഉപയോഗിക്കുക. ഇല്ലേ അങ്ങനത്തെ ആക്ഷൻ അല്ലേ? നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു പ്രവൃത്തി എന്താ? പഠിച്ചുകൊണ്ടിരിക്കരുത്. ശരിക്കും അതിൻ്റെ ഒറിജിൻ എങ്ങനെയാണെന്ന് പറയാം. പണ്ട് കിൻഡർ ഗാർട്ടൻ സ്കൂളിൽ നിന്ന്, നഴ്സറി സ്കൂളിൽ നിന്ന്, ബാലവാടി അല്ലെങ്കിൽ അംഗൻവാടിയിൽ നിന്ന് തുടങ്ങിയ ഈ പഠിക്കുക എന്നുള്ള പ്രവൃത്തി അവിടെ നിർത്താതെ ഇപ്പോഴും തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുകയും, അവർ ഇന്നലെ ഒരു പ്രവൃത്തി ചെയ്യാൻ തുടങ്ങി ഇന്നും ചെയ്തുകൊണ്ടിരിക്കരുത്, ഇന്ന് രാവിലെ ഒരു പ്രവൃത്തി ചെയ്യാൻ തുടങ്ങി ഇപ്പം ചെയ്തുകൊണ്ടിരിക്കരുത്. അത് കണ്ടിന്യൂസ് ആണ്. മുമ്പ് ചെയ്യാൻ തുടങ്ങിയ ആക്ഷൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കരുത്. അതിനാണ് ഈ പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. അല്ല, നിങ്ങളുടെ പഴയൊരു സുഹൃത്ത് വഴിയിൽ വെച്ച് കാണുന്നു. പണ്ട് SLC കാറ്റം നിങ്ങളുടെ കൂടെ സ്കൂളിൽ പഠിച്ചൊരു കുട്ടി, അവനിപ്പം ഗൾഫിലോ അല്ലെങ്കിൽ വേറെ എവിടെയോ ജോലി ചെയ്യുന്നു. നിങ്ങളെ കണ്ടിട്ട് ചോദിക്കുന്നത്, ഇപ്പം നീ എന്താ ചെയ്യുന്നത്? വാട്ട് ആർ യു ഡൂയിങ് നൗ? ഇപ്പം എന്താ ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ പറയൊക്കെ മനസ്സിൽ കിട്ടിയ മലയാള ഉത്തരം, അവനോട് പറയേണ്ട ഉത്തരം കിട്ടി, അല്ലെങ്കിൽ അവനോട് പറയേണ്ട മറുപടി കിട്ടി, റെസ്പോൺസ് കിട്ടി. ഞാൻ പണ്ട് നമ്മൾ ഒന്നിച്ച് പഠിച്ചിട്ടില്ലേ, അതിപ്പം തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ മുമ്പ് ചെയ്യാൻ തുടങ്ങിയ ആ പഠിക്കുക എന്നുള്ള നമ്മൾ രണ്ടാളും ചെയ്ത ആക്ഷൻ ഞാനിപ്പോഴും കണ്ടിന്യൂസ് ആയി ചെയ്യുന്നു. എന്നിട്ട് ഇംഗ്ലീഷിൽ എങ്ങനെ ഒരു വാചകം പറഞ്ഞാൽ അതിനർത്ഥം കിട്ടൂല. അതാ പറഞ്ഞ് ഇംഗ്ലീഷ് സെൻറ്റൻസ് പറയണമെങ്കിൽ ടെൻസ് അറിയണം.
ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, അത്തരം വാചകം പറയുമ്പം ഇംഗ്ലീഷ് ഗ്രാമർ എഴുതിയവൻ ഈ വാചകത്തിന്, ഈ ടെൻസിന് എഴുതി വെച്ച പാറ്റേൺ കണ്ടോ, രീതി കണ്ടോ, സമ്പ്രദായം കണ്ടോ, ചിട്ടവട്ടം കണ്ടോ? വാചകത്തിലെ സബ്ജക്റ്റ് ആരാണോ, കർത്താവ് ആരാണോ, അതിനുശേഷം ഹാസോ ഹാവോ എഴുതണം സഹായക ക്രിയകളായിട്ട്. അത് കഴിഞ്ഞ ഉടനെ ബീൻ എന്നൊരു ഓക്സിലറി വെർബ് വീണ്ടും എഴുതണം. എന്നിട്ട് എഴുതുന്ന പ്രധാന വെർബ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് ING വെർബായിരിക്കണം. ING വെർബിൻ്റെ വെർബ് പ്ലസ് ING, നിങ്ങൾ ചില ആൾ വെർബ് പ്ലസ് ING എന്നാണ് പറയൽ. അങ്ങനെ എഴുതിയാലും മതി, അത് എങ്ങനെയാലും മതി. ING വെർബ്, വെർബ് പ്ലസ് ING. ശരിക്കും ഇതിൻ്റെ രണ്ട് പേരും അല്ല പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ വെർബ് എന്നാണ്. ഇപ്പോൾ വെർബ് പ്ലസ് ING എന്നോ ING വെർബെന്നോ എന്തെങ്കിലും പറഞ്ഞു കൂട്ടുക. പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ വെർബ്, ഇപ്പോൾ റീഡിങ്, റൈറ്റിംഗ്, ഗോയിങ്, പ്ലേയിങ് അങ്ങനെയുള്ള വെർബ്. അതിൻ്റെ മുന്നിലൊരു ബീൻ ഉണ്ടാവണം. അതിൻ്റെ മുമ്പിൽ സബ്ജക്റ്റ് കഴിഞ്ഞ ഉടനെ സിംഗുലർ ആണെങ്കിൽ ഹാസ്, പ്ലൂറൽ ആണെങ്കിൽ ഹാവ്. മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ ഹാവ് ബീൻ സ്റ്റഡിങ്. കണ്ടോ, സബ്ജക്റ്റായ ഐക്ക് ശേഷം ഹാവ് ഇത, ബീൻ ഇത, വെർബിൻ്റെ ING ഫോം ഇത. ഐ ഹാവ് ബീൻ സ്റ്റഡിങ്, STUDYING. ഇതിനർത്ഥം എന്ത് വരും? ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നല്ല, ഞാൻ പഠിച്ചുകൊണ്ട് വരികയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് ഒന്നിച്ച് പഠിച്ചിട്ടില്ലേ, അതിപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഞാൻ ഇപ്പോഴും ഞാൻ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞെങ്കിൽ ഐ ആം സ്റ്റഡിങ്. അതേതാ? പ്രസൻറ്റ് കണ്ടിന്യൂസ്, ഇന്നോ ഇപ്പോഴോ തുടർച്ചയായി ചെയ്യുന്ന കാര്യം. ഇതല്ല മുമ്പ് ചെയ്യാൻ തുടങ്ങിയ ആക്ഷൻ്റെ കണ്ടിന്യൂറ്റി. ക്ലിയറായില്ലേ? ഐ ആം സ്റ്റഡിങ്ങിൻ്റെ അർത്ഥം ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഐ ഹാവ് ബീൻ സ്റ്റഡിങ് എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ചുകൊണ്ടേ വരികയാണ് എന്നാണ്. എന്നാൽ ഞാൻ പണ്ട് ചെയ്യുന്ന ആക്ഷൻ ഇപ്പോൾ ഞാൻ തുടർന്ന് വരുന്നത്, ഇതാണത്. അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഘടനാരൂപം മനസ്സിലായി. ചില കുട്ടികൾ പണ്ട് സ്കൂളിൽ നിന്ന് പഠിച്ചത് പിന്നെ ഓർമ്മിച്ചിട്ടേ ഉണ്ടാവില്ല. ഒന്നും കൂടി ഓർമ്മ പുതുക്കുക. ഇങ്ങനെയാണ് ഇത് വാചക എഴുതൽ. ഇപ്പം ഐ ആയതുകൊണ്ട് ഹാവ് എഴുതിയുടെ ഹീ ആണ് ഹാസ്. ഹീ ഹാസ് ബീൻ സ്റ്റഡിങ് വരും. അർത്ഥം അവൻ പഠിച്ചുകൊണ്ട് വരികയാണ്. ഇനി ഈ ടെൻസിൽ നമ്മളൊരു ഇംഗ്ലീഷ് വാചകം ഏതെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഈ ടെൻസിൻ്റെ യൂസ് ഇപ്പം ഞാൻ പറഞ്ഞു, മുമ്പ് ചെയ്യാൻ തുടങ്ങിയ ആക്ഷൻ്റെ മുമ്പ് ചെയ്യാൻ തുടങ്ങിയ ഒരു പ്രവൃത്തി ഇപ്പോഴും തുടർച്ചയായി ചെയ്യുന്നത്, അതന്നെ ഇതിൻ്റെ യൂസ്. അപ്പോൾ ഇതിൻ്റെ യൂസ് പഠിപ്പിക്കുമ്പോൾ ഈ പരീക്ഷയ്ക്ക് പോകുന്നതിനുള്ള ചില സാമർഥ്യം, ചില ഗണിയാണെന്ന് ഞാൻ പറഞ്ഞു തരുന്നത്. ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മളൊരു ഇംഗ്ലീഷ് സെൻറ്റൻസിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൽ ചില ടൈമിംഗ് വേർഡ്സ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. സ്കൂൾ ക്ലാസ്സിലെ പഠിച്ച് പരിചയമുണ്ടാവും. അതിലൊന്ന് സിൻസ് പ്ലസ് ടൈം. സിൻസ് എന്ന വാക്ക് ഒരു സമയത്തിൻ്റെ മുന്നിൽ പറഞ്ഞാൽ ആ സമയം ഒരു കാലയളവായി, ഒരു ഡ്യൂറേഷനായി. മനസ്സിലായില്ലെങ്കിൽ സിൻസ് ജൂൺ, സിൻസ് 2010, സിൻസ് യെസ്റ്റർഡേ, സിൻസ് 10 AM. കണ്ടോ, ജൂണ്, 2010, യെസ്റ്റർഡേ, 10 AM ഇതൊക്കെ ടൈമാണ്. അതിൻ്റെ മുമ്പിൽ ഞാൻ സിൻസ് പറഞ്ഞിട്ടതാ. ഇനി സിൻസ് എന്ന വാക്ക് ഒരു ടൈമിന് മുതൽ എന്നർത്ഥം നൽകി അതിനെ കാലയളവാക്കി മാറ്റുക ചെയ്ത്. ഇപ്പോൾ ജൂൺ എന്ന് പറഞ്ഞാൽ ജൂൺ, എന്നാൽ സിൻസ് ജൂൺ എന്ന് പറഞ്ഞാൽ ജൂൺ മുതൽ. സിൻസ് 2010 എന്ന് പറഞ്ഞാൽ 2010 മുതൽ. സിൻസ് യെസ്റ്റർഡേ എന്ന് പറഞ്ഞാൽ ഇന്നലെ മുതൽ. സിൻസ് 10 AM എന്ന് പറഞ്ഞാൽ 10 മണി മുതൽ. ഇങ്ങനെയുള്ളൊരു സമയമാണ് നിങ്ങളൊരു സെൻറ്റൻസിൽ ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു സംശയവുമില്ല, ആ വാചകം പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലായിരിക്കണം. നോക്ക്, നിങ്ങളെ ഫ്രണ്ട് ചോദിക്കുന്നു വാട്ട് ആർ യു ഡൂയിങ് നൗ, നീ ഇപ്പം എന്ത് ചെയ്യുന്നു? ഞാൻ അന്ന് നമ്മൾ പിരിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ അന്ന് മുതലേ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാ ഐ ഹാവ് ബീൻ സ്റ്റഡിങ് സിൻസ്. നമ്മൾ പിരിഞ്ഞതിപ്പം 2015 ഇതാ സിൻസ് 2015. 2015 മുതലേ ഞാൻ പഠിച്ചുകൊണ്ട് വരികയാണ്.
അപ്പോൾ സെൻസ് ചേർത്തിട്ട് ഏതെങ്കിലും ഒരു സമയം ഇതുപോലൊരു വാചകത്ത് പറയുന്നുണ്ടെങ്കിൽ ഒരു സംശയമില്ല, ആ സെൻറ്റൻസ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലായിരിക്കണം. സബ്ജക്റ്റിൻ്റെ കൂടെ ഹാസോ ഹാവോ വേണം, ബീൻ വേണം, വെർബിൻ്റെ ING ഫോം വേണം. ഇതാണ് ടൈമിംഗ് വേർഡ്സിൽ 1. ഇനി 2, 4 + ടൈം. 4 സമയത്തിന് ഓളം എന്നർത്ഥം നൽകൽ, ഡ്യൂറേഷൻ എന്നുള്ള അർത്ഥം. മനസ്സിലായില്ലെങ്കിൽ ഇവിടെ എഴുതാം for 2 years. 2 years എന്ന ടൈമിൻ്റെ മുമ്പിൽ ഞാൻ 4 എഴുതിയിട്ടതാ. ഇതിനർത്ഥം 2 വർഷം മുതൽ, 2 വർഷത്തോളം, ഓളം. for a long time, ഒരു നീണ്ട കാലയളവോളം. for 3 months, 3 മാസത്തോളം. for 2 hours, 2 മണിക്കൂറോളം. കണ്ടോ? 2 hours, 3 months, a long time, 2 years എന്നതിന് മുമ്പിൽ 4 വരുമ്പം ഓളം എന്നുള്ള അർത്ഥം നൽകി അതിനൊരു ഡ്യൂറേഷനാക്കി മാറ്റി. ഇത്തരം ടൈമിംഗ് വേർഡ് ഒരു ഇംഗ്ലീഷ് സെൻറ്റൻസിൽ നിങ്ങൾ ഉപയോഗിച്ചാൽ ആ വാചകം പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലായിരിക്കണം. നോക്കിയേ, ഗീത ഡാഷ് എ സ്റ്റോറി for 3 days. വിട്ടഭാവുള്ള ക്വസ്റ്റ്യൻ സ്പഷ്ടമായിട്ടതാ ഒരു ക്ലൂ തന്നിട്ട് 4 ചേർത്തിട്ട് 3 days എന്നുള്ള സമയം തന്നിട്ടതാ 3 ദിവസത്തോളം. ഇനി ഓപ്ഷനിൽ റീഡ്, റീഡ്സ്, ഈസ് റീഡിങ്, ഹാസ് ബീൻ റീഡിങ്. ഏതാ? ഇതൊന്നും ബുദ്ധിമുട്ടെന്ന് പറയില്ലപ്പാ. ഇതിത്ര എളുപ്പമുള്ളത് ഏറെ കിട്ടത്. 4 ചേർത്തിട്ട് ഇതുപോലൊരു സമയവാക്ക് തന്നെങ്കിൽ ഇത് ഹാസോ ഹാവോ എഴുതിയിട്ട് ബീൺ എഴുതിയിട്ട് ING വെർബുള്ള ഉത്തരം ഡി എന്നുള്ള ആൻസർ ശരി. ഒന്നും കൂടെ ഞാൻ പറയുന്നു. ഡ്യൂറിങ് സമീപകാലത്തൊരു പരീക്ഷയ്ക്ക് വന്നാൽ മതി. ശരിക്കത് പറയണ്ട. സെൻസും ഫോറും ഡ്യൂറേഷനെ കാണിക്കുന്നതാണ്, കാലയളവിനാണ്. അതന്നല്ലേ ഡ്യൂറിങ്. ഡ്യൂറിങ് എന്ന വാക്കിൻ്റെ കൂടെ ഒരു സമയം തന്നിട്ടുണ്ടെങ്കിൽ അതും പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ സമയവാക്കാണ്. മനസ്സിലായിട്ടില്ലെങ്കിൽ ഡ്യൂറിങ് എ ലോങ് ടൈം, അർത്ഥം പറ, ഒരു നീണ്ട കാലയളവോളം. ഫോറിൻ്റെ സെയിം മീനിങ് ആ ഡ്യൂറിങ്ങിന്. ഡ്യൂറിങ് 20 days, 20 ദിവസത്തോളം. ഡ്യൂറിങ് ദ പീരീഡ്, സാധാരണ നമ്മൾ ഹിസ്റ്ററിയിൽ നോട്ട് എഴുതുമ്പം പറയില്ലേ, ആ കാലയളവോളം. ഡ്യൂറിങ് ദ പീരീഡ്, ആ കാലയളവോളം. ഡ്യൂറിങ് എ ലോങ് ടൈം, ഡ്യൂറിങ് 3 days, അല്ലെങ്കിൽ ഡ്യൂറിങ്, അങ്ങനെ ഡ്യൂറിങ് വെച്ചിട്ട് ഏതെങ്കിലും ഒരു സമയം. അപ്പോൾ സിൻസ് പ്ലസ് ടൈം, ഫോർ പ്ലസ് ടൈം, ഡ്യൂറിങ് പ്ലസ് ടൈം. ഇങ്ങനത്താണ് ഒരു സമയവാക്ക് ഒരു സെൻറ്റൻസിൽ തന്നിട്ടുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യനൊക്കെ ശ്രദ്ധിക്കുക. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലെ ആൻസർ എഴുതിക്കോളൂ. സബ്ജക്റ്റിൻ്റെ കൂടെ ഹാസോ ഹാവോ എഴുതിയിട്ട് ബീൻ എഴുതിയിട്ട് ING വേർബ്. ഇതാണ് ടെൻസിലെ 4ാമത്. ഒരു എക്സാമിന് വന്നൊരു ക്വസ്റ്റ്യൻ കണ്ടോ. ജോണി ഡാഷ് മൈ നെയിം സിൻസ് ജാനുവരി. ജോണി ഡാഷ് മൈ നെയിം സിൻസ് ജാനുവരി. ഇങ്ങനെയുള്ളൊരു വാചകം തന്നു. വിട്ടവാകുണ്ട്, ജോണി എന്ന സബ്ജക്റ്റ് മുമ്പിലുണ്ട്, പിന്നെ ഒരു മൈ നെയിമുണ്ട്, പിന്നെ സമയവാക്കായിട്ട് സിൻസിൻ്റെ കൂടെ ജാനുവരിയും തന്നിന്, സിൻസ് പ്ലസ് ടൈം തന്നിനിയും. അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസാ വേണ്ടതെന്ന് എല്ലാവരും പഠിച്ചു. അതായത് ഹാസും ഹാവും ബീണും ING വെർബുള്ള ഉത്തരം ഏതാണോ ആ ഉത്തരമാണ് ശരി, ആ ഓപ്ഷനാണ് ശരി. പക്ഷെ ഓപ്ഷൻ നോക്കുക. എ KNOW നോ, ബി KNOWS നോസ്, സി KNEW ന്യൂ. കേയുടെ സൈലൻ്റ് ആണെന്നറിയില്ല, ഉച്ചരിക്കല്ല, ന്യൂ അല്ല ന്യൂ. ഡി ഹാസ് നോൺ. നമ്മൾ പഠിച്ച പ്രകാരം ഏതാ വേണ്ടത്? ഹാസ് ബീൻ നോയിങ്. ഹാസോ ഹാവോ വേണം, ബീൻ വേണം, ING വെർബ് വേണം. അപ്പോൾ ഹാസ് ബീൻ നോയിങ് എന്നുള്ള ഓപ്ഷനാണ് ശരി, പക്ഷെ അത് തന്നിട്ടില്ല.
അപ്പോൾ ഇവിടെയാണ് നമ്മൾ അറിവിൻ്റെ ആൾ ഉപയോഗിക്കേണ്ടത്. അതായത് ഒരു നിയമം കൂടിയിലുണ്ട്. അതായത് ഇംഗ്ലീഷിലെ ചില വർബ്, ചില ക്രിയ, വർബില്ലേ ക്രിയ, KNOW നോ പോലത്തെ ചില വർബ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് പറയുമ്പം അഭംഗിയാണ് അവർക്ക്, ഭംഗിയില്ലായ്മയാണ്, രസമില്ലാതിരിക്കും. അപ്പം അങ്ങനെയുള്ള വേർബ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ പറഞ്ഞാലും മതി എന്നാണ് ഇംഗ്ലീഷ് ഗ്രാമർ എഴുതിയ ആൾ എഴുതി വെച്ചത്. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ, അതായത് ഹാസോ ഹാവോ ബീണും ING വർബും ചേർത്തിട്ട് പറയുമ്പോൾ ചില ക്രിയക്ക് അഭംഗി തോന്നുമെങ്കിൽ ഹാസും ഹാവും V3 വർബും ഇല്ലേ, അതായത് പ്രസൻറ്റ് പെർഫെക്റ്റ് ഇല്ലേ, അതിൽ പറഞ്ഞാലും മതി. അപ്പോൾ KNOW നോ അങ്ങനെയാണ്. ഹാസ് ബീൻ നോയിങ് എന്ന് പറയുമ്പോൾ അറിഞ്ഞുകൊണ്ടേ വരികയാണെന്ന് പറയുമ്പോൾ നമ്മുടെ മലയാള ഭാഷയിലും അതിന് രസമൊന്നുമില്ല, അറിഞ്ഞു വന്നിരുന്നു എന്നേ നമ്മൾ പറയുള്ളൂ. അതുപോലെ തന്നെ വരും. KNOW നോ എന്ന വർബിന് ഹാസ് ബീൻ നോയിങ് എന്ന രൂപം രസവുമില്ല. അപ്പോൾ അത് ഹാസ് നോൺ എന്ന് പറയും, പ്രസൻറ്റ് പെർഫെക്റ്റിൽ പറയും. അത് പ്രസൻറ്റ് പെർഫെക്റ്റിൻ്റെ യൂസായിട്ട് എനിക്ക് പഠിപ്പിക്കാനും ആവില്ല, കാരണം ഈ പറയുന്ന ഒരു റൂളാണ് അത്. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഒരു ക്രിയ പറയുമ്പോൾ ഭംഗിയില്ലെങ്കിൽ അത് പ്രസൻറ്റ് പെർഫെക്റ്റിൽ പറയാം എന്ന് പറഞ്ഞാൽ ഹാസോ ഹാവോ ചേർത്തിട്ട് V3 വർബിൽ പറയാം എന്ന് പറഞ്ഞാൽ ഇവിടെ സിൻസ് പ്ലസ് ടൈം ഉണ്ടെങ്കിലും പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ് നേടിയുള്ളത്, അത് മതി. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് തരാതിരിക്കാനുള്ള കാരണം അത് ഭംഗിയില്ലായ്മ കൊണ്ട്. അപ്പോൾ ഹാസ് നോൺ. ഇനി ചില വന്നിട്ട് സംശയം വരുമ്പോൾ അതും തന്നാലോ, അങ്ങനെയൊന്നും തരൂല. ഹാസ് ബീൻ നോയിങ് ഒന്നും തരൂല, അത് ഹാസ് നോൺ എന്നേ തരുള്ളൂ. അപ്പോൾ ഈ ആൻസറാണ് എഴുതിയതുണ്ട്. ഇത് കഴിഞ്ഞ ലാസ്റ്റ് ഒരു PSCക്ക് വന്ന ക്വസ്റ്റനാണ്. അപ്പം എന്തൊക്കെ ഓർത്തു? സിൻസ് പ്ലസ് ടൈം, ഫോർ പ്ലസ് ടൈം, ഡ്യൂറിങ് പ്ലസ് ടൈം, ഇത്തരം സമയപദങ്ങൾ ഒരു ഇംഗ്ലീഷ് വാചകത്തിൽ വിട്ടഭാഗമുള്ള ചോദ്യം തന്നാൽ ഹാസും ഹാവും ബീണും ING വർബുള്ള ഉത്തരാണ് ശരി. ഇപ്പോൾ പഠിപ്പിച്ച നിയമം സിൻസ് പ്ലസ് ടൈമോ ഫോർ പ്ലസ് ടൈമോ ഡ്യൂറിങ് പ്ലസ് ടൈമോ തന്നിട്ട് ഹാസും ഹാവും ബീണും ING വർബുള്ള ഓപ്ഷൻ അവർ തരുന്ന നാലെണ്ണത്തിലില്ലെങ്കിൽ ഹാസും ഹാവും V3 വർബും, അതായത് ഹാസ് നോൺ, ഹാസ് സീൻ, അങ്ങനെയുള്ള ഉത്തരം എഴുതിയാലും മതി. അത് രണ്ടും വരൂല, ഒന്നിച്ച് പഠിക്കണ്ട. അപ്പോൾ ഇത് എഴുതിയാൽ മതി. ഇതാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അപ്പോൾ ഇതോടുകൂടി പ്രസൻറ്റ് ടെൻസിൻ്റെ 4 എണ്ണം ഒന്ന് സ്പീഡിയായി നമ്മൾ പറഞ്ഞു തീർത്തു. ഇനി ക്ലാസ്സുകളിൽ നമുക്ക് സമീപകാലത്ത് തന്നെ ഉണ്ടാവും, നമുക്കിതിൻ്റെ ഡീറ്റെയിൽഡ് സ്റ്റഡി നടത്താം.